അതെ, അബ്കി ബാർ ട്രംപ് സർക്കാർ. ട്രംപ് സർക്കാർ എന്നൊക്കെ പറഞ്ഞു പോന്നതാണ്. ഏതായാലും മൂപ്പര് പരാജയപ്പെട്ടത്. അപ്പൊ ആ ഫാക്ട് മോ ഡിപ്ലോമസി എന്നാണ് പറയാ. അത് ടി.പി. ശ്രീനിവാസൻ സാറിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ മോ ഡിപ്ലോമസി എന്നാണ്. മോഡി ഡിപ്ലോമസി എന്നാണ്. മെലഡി, അതായത് മോഡിയും ജോർജിയ മെലോണിയും ചേർന്നിട്ട് മെലഡി. അത് ഷെയ്ഖ് ഹസീന ഒരു സെക്യുലർ ലീഡർ ആണ് എന്നല്ലേ പറയുന്നത്? സെക്യുലർ ലീഡർ ആണെന്ന് മാത്രമല്ല, അവരൊരു ലെഫ്റ്റ് പൊസിഷൻ കൂടി എടുക്കുന്ന ഒരു പാർട്ടിയാണ് ആവാമി ലീഗ്. സർക്കാർ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുന്ന ബംഗ്ലാദേശിൽ സൈന്യം അധികാരം പിടിച്ചെടുത്തു. ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടു. ഇന്ത്യയിലാണ് അവരെത്തിയത്. എന്തൊക്കെയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്? ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടുകൾ എന്തൊക്കെയായിരിക്കും? ഇലക്ട്രൽ ഓട്ടോക്രസി എങ്ങനെയാണ് ഒരു രാജ്യത്തെ വളരെ അപകടകരമായ രീതിയിൽ ബാധിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായി ചർച്ച ചെയ്യാം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ചരിത്രകാരനായ ഡോക്ടർ PJ വിൻസെന്റ് ആണ്. സർ, കുറെ കാലമായി നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം സംസാരിച്ചിട്ട്. അതെ, ഒരു ലോങ് ഗ്യാപ്പ് വന്നു. നേരത്തെ സ്ഥിരമായ വിഷയങ്ങളിലും സംസാരിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത്? സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയായിരുന്നു ഹസീന. അവര് വീണെന്നാണോ കണ്ട്? അതോ തീവ്രവാദ സ്വഭാവമുള്ള ചിലര് അധികാരം പിടിച്ചെടുത്തു എന്നാണോ? അതോ സൈന്യം അട്ടിമറി നടത്തിയെന്നാണോ? അതോ ചൈനയുടെ ഇടപെടൽ കാരണം ഒരു രാജ്യത്തെ ഭരണകൂടം? ഏത് രീതിയിലാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടത്? നിങ്ങൾ പറഞ്ഞതെല്ലാം കാരണമാണ്. ഒരു കാരണം മാത്രമല്ല. അപ്പോ ഷെയ്ഖ് ഹസീന വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആന്റി ഇൻകംബൻസി ഫാക്ടർ ശക്തമായിട്ടുണ്ടായിരുന്നുവെങ്കിലും അവര് പ്രൈം മിനിസ്റ്റർ എന്ന നിലയിൽ വളരെ സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് രംഗം വരുന്ന സമയത്ത്, സാമ്പത്തിക രംഗം വരുമ്പോൾ ഒരു മെച്ചപ്പെട്ട പുരോഗതി അവർക്കുണ്ടാകാൻ സാധിച്ചില്ല. തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ് ഇപ്പോൾ. അപ്പോൾ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതുപോലെ രാഷ്ട്രീയ എതിരാളികൾ പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ടു എന്നതും ഒരു ഫാക്റ്റാണ്. പ്രതിപക്ഷമില്ലാത്ത അവസ്ഥ, ഒരു ഏകാധിപത്യം നമുക്ക് അറിയാലോ. അടിയന്തരാവസ്ഥ കാലത്ത് 1.5 വർഷം തന്നെ നമ്മൾ അനുഭവിച്ചത്. അപ്പോൾ തുടർച്ചയായിട്ട് ഏകകക്ഷി ഭരണം എന്ന നിലയ്ക്ക് വരുമ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നം നമ്മൾ കാണണം. അവിടെയുള്ള ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനാധിപത്യത്തിന്റെ ഒരു ടേസ്റ്റ് കിട്ടിയ ഒരു ജനത ഒരിക്കലും പിന്നെ ഏകാധിപത്യത്തെ അംഗീകരിക്കില്ല. കുറച്ചു കാലത്തേക്കൊക്കെ പറ്റും, അവര് റെസിസ്റ്റ് ചെയ്യും. അപ്പൊ അത്തരം ഘടകങ്ങളുണ്ട്. മറ്റൊന്ന്, ഈ ബംഗ്ലാദേശ് ലിബറേഷന്റെ കാലം മുതൽ തന്നെ വളരെ ശക്തമായ മതമൗലികവാദ സംഘങ്ങൾ അവിടെയുണ്ട്. ഇപ്പം നമ്മള് 1992 ഡിസംബർ 6 ഈ നമ്മുടെ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട ഘട്ടത്തിൽ ഈ ബംഗ്ലാദേശില് ഉള്ള ചെറിയ ന്യൂനപക്ഷമാണ് ഹിന്ദുക്കൾ. 8% മറ്റോ അവിടുത്തെ പോപ്പുലേഷൻ ആണ് ഞാൻ കരുതുന്നത്, അല്ലെ? അവിടെ 8% മറ്റോ ആണ് ഇപ്പോഴത്തെ ഹിന്ദു പോപ്പുലേഷൻ. അവിടെയുള്ള 100 കണക്കിന് ഹൈന്ദവ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ആളുകൾക്ക് പലവിധ പീഡനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. അപ്പൊ അതൊക്കെ ചെയ്ത് അവിടെയുള്ള എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള തീവ്രവാദ സംഘങ്ങൾ കൂടി ഉണ്ട് ബംഗ്ലാദേശിൽ. അപ്പോൾ ഷെയ്ഖ് ഹസീന പ്രത്യേകിച്ച് മോഡിയോട്, NDA ഗവൺമെന്റിനോടൊക്കെ പുലർത്തുന്ന ഈ സൗഹൃദമൊക്കെ അവിടെയുള്ള ഇസ്ലാമിസ്റ്റ് സ്വഭാവമുള്ള ആളുകൾക്കും പാർട്ടികൾക്കും വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഘടകം ഒരു ഫാക്ടറാണ്. അതിനെ മുൻനിർത്തിയിട്ടാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞത് ഈ വിപ്ലവം നടത്തുന്നത് ഭീകരന്മാരാണെന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതേസമയം ചൈനയുടെ ഇടപെടൽ പ്രകടമാണ്. കാരണം ഇന്ത്യ ബംഗ്ലാദേശ് സൗഹൃദം വളരെ ശക്തമാണ്. ബംഗ്ലാദേശിന്റെ ദേശിൽ ഒരു തരത്തിലും ചൈനയ്ക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് ഷെയ്ഖ് ഹസീന റെജീം അവിടെ കണ്ടിന്യൂ ചെയ്യുന്ന കാലത്തോളം ഒരു ചൈനയുടെ സ്വാധീനം അവിടെ വർദ്ധിപ്പിക്കുവാനോ അല്ലെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ മറ്റു പദ്ധതികൾ കൊണ്ടുവരാനോ ഒക്കെ ഉള്ള സാധ്യത കുറവാണ്. ബംഗ്ലാദേശ് സ്ട്രാറ്റജിക്കലി വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ബംഗ്ലാദേശില് സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈന നടത്തിയ ശ്രമങ്ങളും ഇതിന്റെ പിന്നിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ കാരണങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടായ ഈ ഒരു സംഘർഷത്തിന്റെ കാരണങ്ങളായി കാണാം. ഇതൊക്കെ അതിന്റെ കാരണങ്ങളായി വരും. പക്ഷേ ട്രിഗർ ഫാക്ടർ എന്ന് പറയുന്നത് ഈ കോട്ടയാണ്. അത് വൈകാരികമായി വലിയ രൂപത്തിൽ അവിടുത്തെ യുവതയെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അത് കൈകാര്യം ചെയ്യുന്നതിൽ അവർ പരാജയപ്പെട്ടപ്പോൾ അതൊരു ട്രിഗർ ഫാക്ടറായി, ഒരു സംഘർഷമായി വന്നപ്പോൾ മേൽ സൂചിപ്പിച്ച എന്താ പറയാ ഷെയ്ഖ് ഹസീന വിരുദ്ധ ശക്തികളെല്ലാം ഐക്യപ്പെട്ടു എന്നുള്ളതാണ്.
ഹസീന, ഷെയ്ഖ് ഹസീനയുടെ നമ്മൾ പക്ഷെ പലപ്പോഴും സെക്യുലർ ആയ ഒരു ലീഡർ ആയിട്ടല്ലേ കണക്കാക്കിയിരുന്നേ. അപ്പൊ എന്നിട്ട് അവർ ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ അടിച്ചമർത്തലും ഇന്റർനെറ്റ് കട്ട് ചെയ്യലും തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഷെയ്ഖ് ഹസീന ഒരു സെക്യുലർ ലീഡർ ആണ് എന്നല്ലേ പറയുന്നത്? സെക്യുലർ ലീഡർ ആണെന്ന് മാത്രമല്ല, അവരൊരു ലെഫ്റ്റ് പൊസിഷൻ കൂടി എടുക്കുന്ന ഒരു പാർട്ടിയാണ് അവാമി ലീഗ്. ഇപ്പം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികൾ, BNP ആണെങ്കിൽ ഒരു സെൻട്രൽ റൈറ്റ് പാർട്ടിയാണ്. അതേസമയം അവാമി ലീഗ് എടുത്തു കഴിഞ്ഞാൽ ഒരു സെൻട്രൽ ലെഫ്റ്റ് പാർട്ടിയാണ്. മാത്രമല്ല അവിടുത്തെ ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് 1968 സ്ഥാപിച്ച പാർട്ടിയാണ്. ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള അവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളും സോഷ്യലിസ്റ്റ് പാർട്ടികളും ഒക്കെ പിന്തുണയ്ക്കുന്ന അവാമി ലീഗിനെയാണ്. അപ്പോ ഒരു സെക്കുലർ മാത്രമല്ല, ഒരു ഇടതുപക്ഷ സ്വഭാവവും കൂടി ഉള്ള ഒരു പാർട്ടിയാണ്, ഒരു പരിധിവരെ ഇടതുപക്ഷ സ്വഭാവം കൂടിയുള്ള പാർട്ടിയാണ് അവാമി ലീഗ്. അത് ഈ സെക്കുലറിസവും വളരെ പ്രധാനപ്പെട്ടതാണ്. 1949 ഓൾ പാകിസ്ഥാൻ അവാമി മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഉണ്ടാവുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ബംഗ്ലാദേശ് അവാമി ലീഗ് ഉണ്ടാവുന്നത്. 1953 അവർ ആ മുസ്ലിം എന്നുള്ള വാക്ക് എടുത്തു കളഞ്ഞു. അത് ബംഗ്ലാദേശ് അവാമി ലീഗ് എന്നുള്ള പേര് സ്വീകരിച്ചു. അന്ന് പാകിസ്ഥാനാണ്, അന്ന് ഓൾ പാകിസ്ഥാൻ അവാമി ലീഗ് എന്ന പേര് സ്വീകരിച്ച് അവരെ ഒരു സെക്കുലർ സ്വഭാവത്തിലേക്ക് മാറി. പിന്നീട് 71 ബംഗ്ലാദേശ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അത് ബംഗ്ലാദേശ് അവാമി ലീഗ് ആയി മാറി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പാരമ്പര്യം ഉണ്ടെങ്കിലും ആളുകൾക്ക് ഏകാധിപത്യ സ്വഭാവം കൈവരിക്കാൻ, അധികാരം പരമമായി ദുഷിപ്പിക്കുന്ന പവർ കറപ്റ്റ് അബ്സല്യൂട്ട്, പവർ കറപ്റ്റ് അബ്സല്യൂട്ട് എന്ന് ലോർഡ് ആക്ടൻ പറഞ്ഞത് വളരെ പ്രസക്തമായ കാര്യമാണ്. അപ്പം അധികാരം അവരെ ദുഷിപ്പിച്ചു എന്ന് കരുതുന്നതായിരിക്കും ശരി. അതേസമയം പുറമേക്ക് ഒരു സുന്ദരമായ ചിത്രം, ബംഗ്ലാദേശിന്റെ സുന്ദരമായ ചിത്രം നൽകാൻ അവർക്ക് കഴിഞ്ഞു. അന്താരാഷ്ട്ര ബന്ധങ്ങളിലൊക്കെ വളരെ നല്ല രൂപത്തിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു. ഇപ്പൊ ഷെയ്ഖ് ഹസീനയാണെങ്കിലേ ഇന്ത്യയിലേക്ക് പലായനം ചെയ്യുന്നത് രണ്ടാമത്തെ തവണയാണ്. ആദ്യ തവണ അവരുടെ പിതാവ് കൊല്ലപ്പെട്ടപ്പോഴും അവർ ഇന്ത്യയിൽ തന്നെയാണ് വന്നത്. ഇപ്പൊ രണ്ടാമതും അവർ ഇന്ത്യയിൽ വരുന്നു. അപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു ബംഗ്ലാദേശിന്റെ പൊതുവായിട്ട്, അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന പ്രത്യേകിച്ച്? ബംഗ്ലാദേശിന് എക്കാലത്തും ഇന്ത്യയുമായി വളരെ അടുത്തമാണ്. കാരണം ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാഷ്ട്രം ഉണ്ടാക്കിയത് തന്നെ ഇന്ത്യയാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കൂട്ടക്കൊലകളിലൊന്നും നടന്നത് 1971 നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. 30 ലക്ഷം എന്നുള്ള കണക്കുകളൊക്കെ കാണുന്നത്. 3 മില്യൺ പീപ്പിൾസ് ഹാസ് ബീൻ കിൽഡ് എന്ന്. അതുകൊണ്ട് എത്ര ആളുകൾ മരിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. പലപ്പോഴും നമ്മൾ ഓവർ റേറ്റഡ് ആയിട്ടുള്ള കണക്കുകളായിരിക്കും പലപ്പോഴും കിട്ടുക. എന്തായാലും 1 കോടിയോളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളത് വളരെ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമായി നമുക്കറിയാമല്ലോ. 1 കോടി മനുഷ്യർ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വന്നു. അതായത് ഒരു രാജ്യം, പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ പട്ടാളം ആ രാജ്യത്തിലെ പൗരന്മാരോട് ചെയ്ത ക്രൂരകൃത്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ സ്ത്രീകളോട് ചെയ്ത കുറ്റകൃത്യമായിരുന്നു. അതിഭീകരമായ തരത്തിലുള്ള പീഡനത്തിന് അവർ വിധേയമായി. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ അവാമി ലീഗ്, ഇപ്പൊ ഷെയ്ഖ് ഹസീന അവിടെ ചെയ്തൊരു കാര്യം, അന്ന് പീഡനത്തിന് വിധേയമായിട്ടുള്ള 10,000-കണക്കിന് സ്ത്രീകളുണ്ട്, അവരിന്ന് വരെ ജീവിക്കുന്നുണ്ട്. അവർക്ക് ഗവൺമെന്റ് ഒരു വലിയ പട്ടം കൊടുത്തു. അതിനാണ് ബീരാങ്കന എന്നാണ് ബംഗ്ലാദേശ് ഭാഷയിൽ പറയാ. നമ്മളത് വീരാങ്കന എന്ന് പറയും. അപ്പം ബീരാങ്കന എന്ന ബിരുദം കൊടുക്കുകയും അവർക്കെല്ലാം പെൻഷൻ കൊടുക്കുകയും അവരെ എല്ലാം സമ്പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്തു. ഇവരെല്ലാം ഈ 71 ക്രൂരതയിൽ എന്താ പറയാ സ്വന്തം ജീവനും ഒക്കെ ഇല്ലാതായവരാണ്. അപ്പോൾ അന്ന് ഇന്ത്യ അവിടെ ഇടപെടൽ നടത്തിയിരുന്നില്ലെങ്കിൽ ആ രാജ്യമില്ല. മാത്രവുമല്ല ബംഗ്ലാ ബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, അദ്ദേഹം ഇന്ത്യയുടെ ശക്തമായ പിന്തുണയിലാണ് അവിടെ പ്രവർത്തിച്ചത്. മുക്തിബാഹിനിക്ക് ആവശ്യമായ സഹായം മുഴുവൻ ചെയ്തു കൊടുത്തത് ഇന്ത്യൻ പട്ടാളവും നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ഗവൺമെന്റുമാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ ദൃഢമാണ്. അതേസമയം ബംഗ്ലാദേശ് പൊളിറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ പൊതുവെ അവാമി ലീഗ് അധികാരത്തിൽ വരുമ്പോഴെല്ലാം അവർ ഇന്ത്യയോട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. അതേസമയം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വരുന്ന സമയത്ത് അതൊരു ഒരു സെൻട്രൽ റൈറ്റ് പാർട്ടിയാണ്. അവര് ഇന്ത്യയോടും സൗഹൃദം തന്നെ, പക്ഷെ ഈ അവാമി ലീഗിനെ പോലെ അത്ര ഊഷ്മളമായ ബന്ധം പുലർത്തിയിരുന്നില്ല. അതേസമയം എർഷാദിന്റെ കാലം നമ്മൾ സൂചിപ്പിച്ചല്ലോ, അവിടുത്തെ പട്ടാള ഗവൺമെന്റ് ഒക്കെ ഭരിച്ചിരുന്ന കാലത്ത് ഒരു പരിധി വരെ അവര് ഇന്ത്യ വിരുദ്ധ നിലപാട് പോലും സ്വീകരിച്ചു. ഇന്ത്യയുടെ ചുറ്റും കിടക്കുന്ന ചില രാജ്യങ്ങളിലൊക്കെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ വളരെ പ്രകടമായ ഇന്ത്യ വിരുദ്ധത നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ മാലിദ്വീപിൽ കണ്ടു, പാകിസ്ഥാനിലാണെങ്കിൽ ചൈനയുടെ പിന്തുണയോട് കൂടിയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ. ഇപ്പോ ബംഗ്ലാദേശിലും അത് തന്നെയാണ് അവസ്ഥ, പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഇന്ത്യ വിരുദ്ധത. അപ്പൊ അതിൽ ഈ ചൈനീസ് ഇടപെടലും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നതിനെ കുറിച്ചോ? അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ അതിർത്തി രാജ്യങ്ങളോടുള്ള ഇന്ത്യൻ നിലപാടിൽ ഒരു മാറ്റം ആവശ്യമാണ്.
അതിപ്പോ ബംഗ്ലാദേശുമായിട്ടുള്ള നേപ്പാളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടതല്ലേ. ഒരു ഇന്ത്യയുടെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ് നേപ്പാൾ. പക്ഷെ നേപ്പാളുമായിട്ടുള്ള ബന്ധം ഇപ്പൊ അത്ര പഴയതുപോലെ ഊഷ്മളമല്ല. ഇപ്പൊ നമ്മളുടെ ഈ മേഖല എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വളരെ അടുത്ത സൗഹൃദമുള്ള രണ്ട് രാജ്യങ്ങളൊന്നും ഭൂട്ടാനും ഒന്നും ബംഗ്ലാദേശ് മാത്രമേ. ബംഗ്ലാദേശിൽ ഇപ്പൊ ഭരണമാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ഇനിയിപ്പോ അവിടെ എന്ത് നിലപാടെടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ പ്രതിപക്ഷം പ്രോ ഇന്ത്യൻ അല്ല. BNP അടക്കം, BNP അല്ലാത്ത അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പലതും പല എക്സ്ട്രീമിസ്റ്റ് സ്വഭാവമുള്ള പാർട്ടികളും സമുദായ സംഘടനകളൊക്കെ ഉണ്ട്. അവരൊന്നും ഇന്ത്യയോട് അത്ര അനുകൂല മനോഭാവം പുലർത്തുന്നില്ല. മാത്രമല്ല ഇസ്ലാമിസ്റ്റ് പാർട്ടികൾ പലതും ഇന്ത്യ വിരുദ്ധത തന്നെ പുലർത്തുന്ന പാർട്ടികളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ അത് എങ്ങനെ ബാധിക്കും ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം, ഇനി എത്രമാത്രം ഊഷ്മളമായിരിക്കും എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതിപ്പോ നേപ്പാളിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. നേപ്പാളിൽ നമ്മൾ ഈ പണ്ട് ട്രക്ക് സമരവും മതേശികളുടെ സമരവും എല്ലാം വന്നത് ഉണ്ടാക്കിയിട്ടുള്ള മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല. മാത്രമല്ല നേപ്പാളിലാണെങ്കിൽ ചൈന വലിയ രൂപത്തിൽ ഇടപെടൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നേപ്പാളൊക്കെ ഇന്ത്യയും ചൈനയും ഒരുപോലെ എന്നുള്ള അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അവർക്ക് ഇന്ത്യയുടെ സഹായമില്ലാതെ നിൽക്കാൻ പറ്റാത്ത ലാൻഡ് ലോക്ക്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് നേപ്പാൾ. സാംസ്കാരികമായി ഇന്ത്യയുടെ തുടർച്ചയാണല്ലോ. ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രം നേപ്പാളായിരുന്നു. ഇപ്പോഴാണല്ലോ അവർ സെക്യുലർ ആയത്. അപ്പോൾ അങ്ങനെയുള്ള മതപരമായും സാംസ്കാരികമായിട്ടൊക്കെ വലിയ ബന്ധമുള്ള രാജ്യം, എന്നിട്ടും ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിൽ എവിടെയോ ഒരു ഗ്യാപ്പ് ഉണ്ടായി. നേപ്പാളുമായി ബംഗ്ലാദേശുമായിട്ട് പക്ഷെ അത് ഉണ്ടായിട്ടില്ല. വളരെ അടുത്ത ബന്ധം ഇവിടെ നിലനിർത്തുന്നുണ്ട്. ശ്രീലങ്കയുടെ കാര്യത്തിൽ പലപ്പോഴും പിഴച്ചു. നമ്മുടെ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് എല്ലാം അയച്ചതിൽ തുടങ്ങിയ ആ ബന്ധത്തിന്റെ ഒരു ഊഷ്മളത നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോൾ അവിടെ ചൈന കാര്യമായ ഇടപെടൽ നടത്തുന്നുണ്ട്. അപ്പൊ പല ഘട്ടങ്ങളിലും അവര് ഇന്ത്യയെക്കാൾ ചൈനയെ പ്രിഫർ ചെയ്യുന്ന ഒരു സാഹചര്യം ശ്രീലങ്കയിലുണ്ട്. അവിടെ ഈ മഹിന്ദ രജപക്സെ വന്ന സമയത്ത് രജപക്സെ ഒരു ഒരു ചൈനീസ് അനുകൂല നിലപാടാണ് പലപ്പോഴും അവിടെ സ്വീകരിച്ചത്. മാലിയിലെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു, വളരെ പ്രകടമാണ്. അവിടെ ഇന്ത്യൻ അനുകൂല നിലപാടെടുക്കുന്നവർക്കെതിരെ ഇന്ത്യ ഔട്ട് എന്ന സ്ലോഗൻ തന്നെയാണ് അവര് തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയത്. അങ്ങനെയാണ് അവര് അവിടെ ഭൂരിപക്ഷം നേടുകയും ചെയ്തത്. അപ്പോൾ ഇന്ത്യയുടെ ചുറ്റുവട്ടമുള്ള ഈ രാജ്യങ്ങളിൽ പലപ്പോഴും ഭരണപക്ഷം ഇന്ത്യൻ അനുകൂല നിലപാടെടുക്കുമ്പോൾ പ്രതിപക്ഷം ഇന്ത്യ വിരുദ്ധ നിലപാട് എടുക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. താങ്കൾ അത് സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. അപ്പോൾ ഒരു രാജ്യം എന്ന നിലയിൽ പലപ്പോഴും നമ്മൾ ഈ ഭരണാധികാരികളുമായിട്ട് ബന്ധം സ്ഥാപിക്കാതെ, ഭരണകൂടവും സ്റ്റേറ്റും രണ്ടാണ്, അത് വളരെ കണ്ടെത്തും. നമ്മൾ ഷെയ്ഖ് ഹസീനയുമായിട്ട് ബന്ധം ഉണ്ടാക്കുന്നെങ്കിൽ ഷെയ്ഖ് ഹസീന പോയി കഴിഞ്ഞാൽ ആ ബന്ധവും പോയി. അങ്ങനെയല്ല, ആ രാജ്യവുമായിട്ട് രാജ്യം എന്ന നിലയ്ക്ക് അതിനെ കാണുകയും ആ രൂപത്തിൽ നമ്മളുടെ അയൽപ്പക്ക ബന്ധങ്ങളെ പ്രയോഗിക്കുകയും അതിനെ സന്ദർഭ അനുസരിച്ച് അതിനെ ഗുണകരമായി അഭിലഷണീയമായി പ്രയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. അതിൽ പലപ്പോഴും വലിയ മനോഭാവം കാണിക്കും. അങ്ങനെ അവരെന്ത് ചെയ്യും? ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കും, കുറെ ചൈനീസ് പക്ഷത്തേക്ക് പോകും. പക്ഷെ ഇതിൽ വ്യത്യസ്തമുണ്ട്. പാകിസ്ഥാന്റെ അനുഭവം, പാകിസ്ഥാൻ എക്കാലവും ഇന്ത്യ വിരുദ്ധമായിരുന്നു. അവര് അമേരിക്കയുടെ തുടർന്നത് ഇന്ത്യക്കെതിരായിട്ട് അമേരിക്കന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. അമേരിക്ക അത് ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ മേഖലയിലെ ഏറ്റവും ശക്തമായ ഇന്ത്യ വിരുദ്ധ ശക്തി ഇപ്പൊ ചൈനയാണ്. അതുകൊണ്ട് അവർ ചൈനയോട് അലൈൻ ചെയ്യും. പക്ഷെ ചൈനയോട് അലൈൻ ചെയ്തതിന്റെ ഫലമായിട്ട് പാകിസ്ഥാൻ ഒരു മെച്ചവുമില്ല. പാകിസ്ഥാന്റെ പല മേഖലകളും ചൈനയുടെ കോളനികളായി മാറി. ഇപ്പൊ ഈ ബെൽറ്റ് ആൻഡ് റോഡ് പ്രൊജക്ട് എല്ലാം നടക്കുന്ന മേഖലകളൊക്കെ ചൈനീസ് സാന്നിധ്യമാണ് പല. അപ്പം അതിൽ ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ മേഖലയിലൊക്കെ ഇപ്പോൾ ചൈനീസ് വിരുദ്ധ പ്രക്ഷോഭം അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തി തുടങ്ങി. പ്രാദേശികമായ വലിയ എതിർപ്പുകൾ വരികയാണ്. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ എപ്പോഴും അങ്ങനെയാണ്. ഒന്നുകിൽ വറചട്ടിയിലായിരിക്കും, അല്ലെങ്കിൽ എരുതിയിലായിരിക്കും. അതല്ലാത്തൊരു പൊസിഷൻ അവർക്കില്ല. നേരത്തെ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇപ്പൊ നരേന്ദ്രമോദി രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്ന രാജ്യങ്ങളുമായിട്ടുള്ള അവിടുത്തെ ചില ലീഡേഴ്സുമായിട്ടാണെന്നുള്ളത്. അത് ശരിക്കും ഇന്ത്യയെ ഭയങ്കര ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യമല്ലേ, അല്ലെ? ഇപ്പൊ ഷെയ്ഖ് ഹസീനയായിട്ട് ബന്ധം വെക്കുന്നു, അല്ലെങ്കിൽ പുടിനായി ബന്ധം വെക്കുന്നു, ട്രംപുമായിട്ട് ബന്ധം വെക്കുന്നു. ഓരോ വ്യക്തികളുമായിട്ടാണ് ഈ സ്നേഹവും സ്നേഹബന്ധവും ഒക്കെ നിലനിൽക്കുന്നത്. അപ്പോൾ അയൽ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും അപ്പൊ നയതന്ത്ര ബന്ധവും ചേരിചേരാ നയവും ഒക്കെ അട്ടിമറിക്കപ്പെടുകയല്ലേ ശരിക്കും ഇന്ത്യയുടെ? തീർച്ചയായിട്ടും അതാണ് പ്രശ്നം. ഇപ്പൊ ട്രംപിനെ അവിടെ പോയി ട്രംപ് ജയിക്കട്ടെ അതെ, ട്രംപ് സർക്കാർ, ട്രംപ് സർക്കാർ എന്നൊക്കെ പറഞ്ഞു പോകുന്നതാണ്. ഏതായാലും മൂപ്പര് പരാജയപ്പെട്ടത്. അത് മോശം ഡിപ്ലോമസിയാണ്. അപ്പൊ ആ ഫാക്ട് മോ ഡിപ്ലോമസി എന്നാണ് പറയാ. അത് ടി.പി. ശ്രീനിവാസൻ സാറിന്റെ ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ മോ ഡിപ്ലോമസി എന്നാണ്, മോഡി ഡിപ്ലോമസി എന്നാണ്. അപ്പം ഈ മോ ഡിപ്ലോമസിയുടെ ഒരു ഡാർക്ക് ഏരിയ ആണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ രാഷ്ട്ര നേതാക്കളുമായിട്ടല്ല, രാഷ്ട്രവുമായിട്ടാണ് നമ്മൾ ബന്ധം ഉണ്ടാക്കേണ്ടത്. ഇന്ത്യ റഷ്യയുമായിട്ടാണ്, ഇന്ത്യ അമേരിക്കയുമായിട്ടാണ്.
അപ്പം സ്വാഭാവികമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഇന്റേണൽ പൊളിറ്റിക്സ്, അവിടെ ഇപ്പം ആര് പ്രൈം മിനിസ്റ്റർ ആയാലും അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണെങ്കിലും അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി നിലനിർത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ നയതന്ത്രത്തെ കൊണ്ടുവരുന്നത്. അതിനു പകരം ഇദ്ദേഹം വിശ്വഗുരു ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില ഗിമ്മിക്കുകൾ കാണിക്കും. അതൊക്കെ ഇന്റേണൽ പൊളിറ്റിക്സിൽ നമുക്ക് ഇതൊക്കെ സാധ്യമാകും. കാരണം തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ആവശ്യമായിട്ട് പല കോലങ്ങളും പല വേഷങ്ങളും നമ്മൾ കിട്ടുമല്ലോ. അതൊക്കെ നമ്മുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഓക്കെ. പക്ഷേ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആരും ചെയ്യുകയുമില്ല. അത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു മോശം ഡിപ്ലോമസിയാണ്. പക്ഷെ ഷെയ്ഖ് ഹസീന ഗാന്ധി കുടുംബമായിട്ടും മോദി ആയിട്ടും ഒരുപോലെ നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ടല്ലോ. അവര് കുറച്ചുകൂടെ അതെ, ഷീസ് മോർ പ്രാക്ടിക്കൽ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവരെ നോക്കുമ്പോൾ 2009 മുതൽ 2014 വരെയുള്ള മൻമോഹൻ സിംഗിന്റെ കാലത്തെ ഗവൺമെന്റിന്റെ കാലത്തുള്ള ബന്ധം പരിശോധിച്ചു. വളരെ ഊഷ്മളമായ ബന്ധമാണ്. മൻമോഹൻ സിംഗുമായിട്ടും വ്യക്തിപരമായ നല്ല ബന്ധം അവർ സൂക്ഷിച്ചിരുന്നു. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നാളെ ഇപ്പൊ ഇതൊന്നും അല്ലാത്തൊരു ഗവൺമെന്റ് വിപ്ലവം നടന്നെടുത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യത്തിൽ വന്നു കൂട്ടി, ഓക്കെ, ആ ഗവൺമെന്റുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം. ഒക്കെ ഇതൊന്നും പൊളിറ്റിക്സിലെല്ലാം സാധ്യമാണല്ലോ. നമ്മളൊന്നും അതെ, എവറിഥിങ് ഈസ് പോസിബിൾ ഇൻ പൊളിറ്റിക്സ്. നിന്ന നിലയിൽ മാറുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ ടൈം. നരേന്ദ്രമോദിയുടെ ഡിപ്ലോമസിയുടെ പിന്നെ പ്രത്യേകതകളായിട്ട് പിന്നെ പറയുന്ന പോയിന്റ്സ് എന്തൊക്കെയാ? ഒന്നിത്, മറ്റൊന്ന് നമ്മളുടെ ഈ തീവ്ര ദേശീയതയുടെ ഒരു തരംഗം പലപ്പോഴും അദ്ദേഹത്തിന്റെ ബന്ധത്തിൽ കാണുന്നുണ്ട്. അതായത് എക്സ്ട്രീം റൈറ്റ് പൊളിറ്റിക്സ്. ഇപ്പൊ സമീപകാലത്ത് വളരെ ഊഷ്മളമായ ഒരു ബന്ധമായി വന്നത് എന്തായിരുന്നു? ഇറ്റലിയിലെ ജോർജിയ മെലോണി മോഡിയും തമ്മിലുള്ള മെലഡി എന്നുള്ള പ്രയോഗം തന്നെ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചത്? മെലഡി, അതായത് മോഡിയും ജോർജിയ മെലോണിയും ചേർന്നിട്ട് മെലഡി. അത് നിങ്ങൾക്ക് അറിയാമോ, ഈ യൂറോപ്പില് ലക്ഷണമൊത്ത ഫാസിസ്റ്റ് പാർട്ടിയാണ് ഈ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടി. മുസോളിനിയെ ഐക്യനായിട്ട് ആരാധിക്കുന്ന പാർട്ടിയാണ്. ഇറ്റാലിയൻ തീവ്ര ദേശീയതയെ പ്രതികരിക്കുന്ന പാർട്ടിയാണ്. ഇന്നിപ്പോ യൂറോപ്യൻ തീവ്ര വലതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ജോർജിയ മെലോണി. അവരുടെ പാർട്ടിയാണ് ബ്രദേഴ്സ് ഓഫ് ഇറ്റലി പാർട്ടി. അപ്പം വളരെ ഊഷ്മളമായ ബന്ധമാണ് അവരുമായിട്ട് കീപ്പ് ചെയ്യുന്നത്. ആ ബന്ധത്തിന് എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ ബന്ധത്തിന് അപ്പുറത്തേക്കുള്ള ഒരു വൈകാരിക തലം കൊടുക്കുകയാണ്. കഴിഞ്ഞ G20 മീറ്റിങ്ങിലൊക്കെ വലിയ രൂപത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടു. അപ്പൊ മോഡിയും ജോർജിയ മെലോണിയും തമ്മിലുള്ള എന്താ പറയാ, സാധാരണയിൽ കവിഞ്ഞ ഒരു സൗഹൃദവും സ്നേഹവും ഉണ്ടാകുന്നു. അപ്പം ഇതൊക്കെ കൊടുക്കുന്ന സന്ദേശം വളരെ നെഗറ്റീവായിട്ട്. പക്ഷെ പുള്ളി ആരെ പിന്തുണച്ചാലും അവരുടെ അധികാരം പോകുന്നു. ഇപ്പൊ ഋഷി സുനക്കിനെ ഇന്ത്യയുടെ മരുമകൻ എന്നായിരുന്നല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഔട്ടായി. അത് പൊതുവെ ഒരു തമാശക്ക് പറയുന്നതാണ് കേട്ടോ. ഇലക്ട്രൽ ഓട്ടോക്രസി എന്നൊരു വാക്ക് നമ്മളിപ്പോ നിരന്തരം സംസാരിക്കുന്നുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇവിടെയും ഒരു ഇലക്ട്രൽ ഓട്ടോക്രസിയിലേക്ക് പോവുകയാണെന്നുള്ള വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് ഈ ഇലക്ട്രൽ ഓട്ടോക്രസി എന്ന് വെച്ചാൽ? ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളെ ഇലക്ട്രൽ ഓട്ടോക്രസിയുമായി ബന്ധപ്പെടുത്തിയൊക്കെ വിശദീകരിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും അതെ. അതിന്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ നമ്മൾ 21ാം നൂറ്റാണ്ടിൽ കാണുന്നത് റഷ്യയാണ്. 1999 അവിടെ പുടിൻ അധികാരത്തിൽ വരുന്നത്, മിഖായിൽ പുടിൻ. അദ്ദേഹം ഇപ്പോഴും അവിടെ തുടരുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഒരു 2 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം ഏകപക്ഷീയമായി വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. അങ്ങനെ തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചുകൊണ്ട് അദ്ദേഹം അധികാരത്തിൽ തുടരുകയാണ്. അപ്പൊ അത് ഇലക്ട്രൽ ഓട്ടോക്രസിയാണ്. നമുക്കറിയാം അവിടെ ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ അല്ല നടക്കുന്നത്. ഭരണകൂടത്തിന് താല്പര്യമുള്ള ആള് തെരഞ്ഞെടുക്കപ്പെടാൻ പറ്റുന്ന വിധത്തിലുള്ള തെരഞ്ഞെടുപ്പുകളാണ് അവിടെ നടക്കുന്നത്. അത് ലോകത്തിലെ പല രാജ്യങ്ങളുണ്ട്. ഇപ്പൊ ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്ത് ഇപ്പോഴും വീണ്ടും എർദോഗൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. അപ്പൊ ഇത്തരത്തിൽ ശക്തരായ രാഷ്ട്ര നേതാക്കൾ, എർദോഗൻ ആണെങ്കിലും പുടിൻ ആണെങ്കിലും വ്യക്തിപരമായി വലിയ സ്വാധീനവും ശേഷിയുമുള്ള നേതാക്കളാണ്. അവർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആനുകൂല്യം, അതായത് ലോകത്തിന്റെ ശ്രദ്ധയിൽ ജനാധിപത്യമാണ്. കൃത്യമായ ഇടവേളകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ഭരണത്തിലിരിക്കുന്ന ആള് തന്നെ വിജയിക്കുമെന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ ഭരണകൂടത്തിന്റെ ഇടപെടൽ ഉണ്ടാവുന്നു. അവിടെയാണ് നമ്മൾ ഇലക്ട്രൽ ഓട്ടോക്രസി
എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഇപ്പോൾ സമാനമായ ഒരു ഫിനോമിനൻ കാണുന്നുണ്ട്. അത് ചൈനയിലും വളരെ പ്രകടമാണ്. ചൈനയിൽ ദെൻ സിയാവോപിങ്ങിന്റെ കാലം മുതൽ ഇങ്ങോട്ടുള്ള ഒരു പാരമ്പര്യം, അവിടുത്തെ ചൈനീസ് പ്രസിഡന്റുമാർ 2 ടൈം കഴിഞ്ഞാൽ പിന്നെ അവർ മാറി നിൽക്കും എന്നുള്ളതായിരുന്നു. അത് ജിയാങ് സെമിനാണെങ്കിലും ദെങ് സിയാവോപിങ് ആണെങ്കിലും അതിനുശേഷം വന്ന ഹു ജിന്താവോ വരെയുള്ള ചൈനീസ് നേതാക്കൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനറൽ സെക്രട്ടറിമാരും ചൈനയുടെ പ്രസിഡന്റായ ആളുകളും ആ ഒരു പാരമ്പര്യം പുലർത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഷീ ജിൻപിങ്ങിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ 3ാമത്തെ ടൈമിലേക്ക് വന്നു. ഇനിയും അദ്ദേഹത്തിന് താല്പര്യമുള്ള കാലത്തോളം പ്രസിഡന്റായി തുടരാൻ പറ്റുന്ന രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതി അവിടെയും വന്നു. അതും ഒരു തരത്തിൽ ഉള്ള ഒരു ഇലക്ട്രൽ ഒട്ടോക്രസി, ഇലക്ട്രൽ ഇൻ ദ സെൻസ് അവിടെ സിംഗിൾ പാർട്ടി ഉള്ളെങ്കിലും പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പുണ്ടല്ലോ. ആ തെരഞ്ഞെടുപ്പിൽ ഷീ ജിൻപിങ് തന്നെ വീണ്ടും പ്രസിഡന്റ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം അവിടെയും ഉണ്ടായി വന്നിട്ടുണ്ട്. ഇന്ത്യയിലും അത് പ്രതീക്ഷിക്കപ്പെട്ടതാണ്. ഇപ്പൊ 2014 തെരഞ്ഞെടുപ്പിൽ മോഡി വന്നു. 2019 തെരഞ്ഞെടുപ്പ് 24 എത്തുമ്പോഴേക്കും പൂർണ്ണമായി ഒരു 400 സീറ്റിലധികമൊക്കെ BJPക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അത് ഇലക്ട്രൽ ഒട്ടോക്രസി ആകുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ അതിവിപുലമായ സാംസ്കാരിക പാരമ്പര്യവും പൊളിറ്റിക്കൽ കൾച്ചറും വൈവിധ്യവും ജനങ്ങളുടെ ഉയർന്ന ചിന്തയും ഒക്കെ ചേർന്ന് ഒരു അതിശക്തമായ പ്രതിപക്ഷം ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. അപ്പോൾ ജനാധിപത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു എന്ന് സാരം. അപ്പൊ വീണ്ടും പ്രധാനമന്ത്രിയാകാൻ സാധിച്ചുവെങ്കിലും ഒരു ഒട്ടോക്രാറ്റിന്റെ രൂപത്തിൽ ഈ രാജ്യം ഭരിക്കാൻ ഇനി മോഡിക്ക് കഴിയില്ല. അങ്ങനെ പോസിറ്റീവായ മാറ്റം നമ്മുടെ രാജ്യത്തുണ്ട്. ഇനി ബംഗ്ലാദേശിലേക്ക് പോയാൽ 1971 ആ രാജ്യം ഉണ്ടാവുന്നത്. 1971 മുതൽ 1991 വരെയുള്ള കാലം യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയുടെ കാലമായിരുന്നു. ജനാധിപത്യമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ, അത് ബംഗ്ലാദേശിന്റെ എക്കാലത്തെയും ഏറ്റവും മഹാനായ നേതാവാണ്. അദ്ദേഹത്തിന്റെ മുക്തി വാഹിനി ആണ് പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ ബംഗാളിനെ മോചിപ്പിച്ച് ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റുന്നത്. ഇന്ത്യയുടെ വലിയ പിന്തുണയോടുകൂടിയാണ് അത് സംഭവിക്കുന്നത്. 1971 യുദ്ധമൊക്കെ നമുക്കറിയാമല്ലോ. ഇന്ദിരാഗാന്ധിയുമായിട്ട് വളരെ അടുത്ത ബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. അപ്പൊ അങ്ങനെ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ അവിടെ അധികാരത്തിൽ വന്നു. അദ്ദേഹം 1975 ആഗസ്റ്റ് 15 ഒരു സംഘം മിലിറ്ററി ആളുകൾ ചേർന്നിട്ട് അദ്ദേഹത്തെ വധിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഒക്കെ കൊലപ്പെടുത്തി. അതിൽ നിന്ന് രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന്റെ പുത്രി ഷെയ്ഖ് ഹസീന മാത്രമാണ്. പിന്നെ മറ്റൊരു സഹോദരി ഉണ്ടായിരുന്നു. അവരന്ന് വെസ്റ്റ് ജർമ്മനിയിലായിരുന്നു. ഷെയ്ഖ് റഹാന രക്ഷപ്പെട്ടു. ഈ 2 പേരൊഴികെ അവരുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ കൊലപ്പെടുത്തി. അങ്ങനെ ആ രാജ്യത്തിന്റെ പിതാവായിട്ടുള്ള ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ അന്ത്യം അങ്ങനെയായിരുന്നു. പിന്നെ അങ്ങോട്ട് പിന്നെ സിയാവുർ റഹ്മാൻ എന്ന് പറയുന്ന മിലിറ്ററി ചീഫ് അവിടെ അധികാരം പിടിച്ചു. അദ്ദേഹം 1978 സ്ഥാപിച്ച പാർട്ടിയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. 1981 സിയാവുർ റഹ്മാൻ കൊല ചെയ്യപ്പെടുന്നു. വീണ്ടും അവിടെ രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാകുന്നു. 1982 അന്നത്തെ ആർമി ചീഫ് എർഷാദ് അധികാരം പിടിച്ചെടുത്തു. തുടർന്ന് അദ്ദേഹം 1990 വരെ 1982 മുതൽ 90 വരെ അദ്ദേഹം അധികാരത്തിലിരുന്നു. അതിനിടയ്ക്ക് അദ്ദേഹം ജാതീയ പാർട്ടി, അതായത് നാഷണലിസ്റ്റ് പാർട്ടി എന്ന ഒരു പാർട്ടി ഉണ്ടാക്കി. 1986 അവിടുത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തി. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നേരിയ ഭൂരിപക്ഷം കിട്ടി. അതേസമയം അന്നത്തെ ശക്തമായ 2 പാർട്ടികൾ, സിയാവുർ റഹ്മാന്റെ വിധവയായിട്ടുള്ള ബീഗം ഖലീദ സിയ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ BNPയും ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ പുത്രി ഷെയ്ഖ് ഹസീന വാജിദ് നയിക്കുന്ന അവാമി ലീഗും ശക്തമായ 2 പാർട്ടികളാണ്. അവർ 2 പേരും ഈ തെരഞ്ഞെടുപ്പിനെതിരായിട്ട് രംഗത്ത് വന്നു. ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിൽ റിഗ്ഗിംഗ് ഉണ്ടായി. അതുകൊണ്ട് മാത്രമാണ് എർഷാദിന്റെ ജാതീയ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയത് എന്നവർ വാദിക്കുക. അത് ശരിയുമായിരുന്നു. കാരണം ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാൽ 90കളോട് കൂടി അദ്ദേഹത്തിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കണമെന്ന ചിന്ത ശക്തിപ്പെടുകയും തുടർന്ന് അവിടെ ഒരു അഡ്വൈസറുടെ നേതൃത്വത്തിൽ ഒരു ഇന്ററിം സർക്കാർ ഉണ്ടാവുന്നു. 1991 അവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നു. അത് ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ബീഗം ഖലീദ സിയ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതാണ് ചരിത്രം. അപ്പോൾ ഇസ്ലാമിക ലോകത്ത് ബെനസീർ ഭൂട്ടോ കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന 2ാമത്തെ വനിതയാണ് ബീഗം ഖലീദ സിയ. അദ്ദേഹം സിയാർ റഹ്മാന്റെ വിധവയാണ്.
1999 മുതൽ 96 വരെ അവർ അധികാരത്തിലിരുന്നു. 96 നടന്ന തെരഞ്ഞെടുപ്പിൽ 5 വർഷത്തേക്ക് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന അധികാരത്തിൽ വന്നു. 2001 വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2001 തെരഞ്ഞെടുപ്പിൽ വീണ്ടും BNP അധികാരത്തിൽ വരുന്നു. ബീഗം ഖലീദ സിയ വീണ്ടും പ്രധാനമന്ത്രിയാവുന്നു. അപ്പോൾ 2001 മുതൽ 2006 വരെയുള്ള ഈ കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം അഴിമതി നടന്ന കാലഘട്ടമാണ്. 2001 അഴിമതി ഇൻഡെക്സിൽ ലോകത്തിൽ 1-ാം സ്ഥാനത്ത് ബംഗ്ലാദേശായിരുന്നു. അപ്പം ഏഷ്യയുടെ രോഗി എന്നാണല്ലോ ബംഗ്ലാദേശ് അറിയപ്പെടുന്നത്. അപ്പം അഴിമതിയും കെടുകാര്യസ്ഥതയും അങ്ങേയറ്റമായി. അങ്ങനെ 2006 അവർക്ക് പുറത്തു പോകേണ്ടി വന്നു. 2006 പുറത്തു പോകേണ്ടി പിന്നീട് ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി കുറച്ചു കാലത്തേക്കുണ്ടായി. അതിനുശേഷം 2009 നടന്ന തെരഞ്ഞെടുപ്പിൽ ഷെയ്ഖ് ഹസീന വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച് പ്രധാനമന്ത്രിയായി. തുടർന്ന് ഈ ഖലീദ സിയക്കെതിരായിട്ടുള്ള പല കേസുകളും, 100 കണക്കിന് കേസുകളാണ് വിചാരണ ചെയ്യപ്പെട്ടത്. അതിൽ ഈ സിയ ട്രസ്റ്റ്, സിയയുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് നടത്തിയ അഴിമതിയുടെ പേരിൽ അവരെ 18 വർഷത്തേക്കാണ് ജയിൽ ശിക്ഷിച്ചത്. അവർ കുറെ കാലം ജയിലിലായിരുന്നു. ഇപ്പോൾ മോശമായ ആരോഗ്യ നിലയൊക്കെ കരുതിയിട്ടാണ് അവരെ ജയിലിൽ നിന്ന് വിട്ടയച്ചിട്ടുള്ളത്. പക്ഷെ 78-79 വയസ്സായിരിക്കുന്നു. അവർക്ക് ഇനിയൊരു നേതൃത്വം നൽകാൻ പറ്റുന്ന ആരോഗ്യവും ഒന്നും അവർക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഷെയ്ഖ് ഹസീന ആവട്ടെ 76 വയസ്സ് അവർക്കായി. തുടർന്ന് അങ്ങോട്ട് 2009 മുതൽ തുടർച്ചയായി 2024 വരെ അവർ അധികാരത്തിലിരിക്കുകയാണ്. 3 ടേം സ്ട്രൈറ്റ് 3 ടേം അവർ പൂർത്തീകരിച്ചു. 2014 തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് BNP ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയാണുണ്ടായത്. അതുകൊണ്ട് ഏകപക്ഷീയമായി അവർ ജയിച്ചു. അതിനുശേഷം 2019 തെരഞ്ഞെടുപ്പിൽ UN നിരീക്ഷകർ പോലും പറഞ്ഞു ഇത് ഒരു തരത്തിലും ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ അല്ല, അതിൽ റിഗ്ഗിംഗ് ഉണ്ട് എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഏതായാലും 2024 തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പ് 2 മാസമായിട്ടുള്ളൂ. വലിയ ഭൂരിപക്ഷത്തിൽ ഷെയ്ഖ് ഹസീന എന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. നമുക്കറിയാം 2009 തെരഞ്ഞെടുപ്പിൽ ജനകീയ വോട്ടായിരുന്നു. പക്ഷേ 2014 19 ഇപ്പോൾ 24 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അടക്കം പരിശോധിച്ചാൽ അതിനകത്ത് ഒരു സത്യസന്ധതയോട് കൂടി ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് നടന്നില്ല എന്നത് സുവ്യക്തമാണ്. ഇനി ഷെയ്ഖ് ഹസീന നോക്കുമ്പോഴും ഒരു ഇസ്ലാമിക ലോകത്ത് ഇത്രയും കാലം തുടർച്ചയായി പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന വേറൊരു വനിതയില്ല. ഒരു തുടർച്ചയായി 15 വർഷം ഇരുന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനു മുമ്പ് 1996 മുതൽ 2001 വരെ 5 വർഷം. അപ്പൊ 20 വർഷം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്ന ഒരു വനിതയാണ്. ഇനി കഴിഞ്ഞ ഒരു 5-10 വർഷങ്ങൾക്കിടയിലൊക്കെയുള്ള ഒരു മാറ്റം, ബംഗ്ലാദേശിൽ വന്നിട്ടുള്ള മാറ്റമൊക്കെ പരിശോധിച്ചിട്ട് പല ആളുകളും പറയുന്നുണ്ട് ഇന്ത്യയേക്കാൾ മുന്നേ ബംഗ്ലാദേശ് ഒരു വികസിത രാഷ്ട്രമായി മാറും. ആ രൂപത്തിൽ ബംഗ്ലാദേശ് തിളങ്ങുന്നു എന്നൊരു ചിത്രമാണ് ലോകത്തിന് കിട്ടിയത്. പക്ഷേ അങ്ങനെയല്ല ആഭ്യന്തര രംഗത്ത് ഉണ്ടായിരുന്ന അവസ്ഥ. അതുകൊണ്ട് ഇപ്പൊ ഈ കോട്ടയ്ക്കെതിരായിട്ടുള്ള സമരം ഒരു ട്രിഗർ ഫാക്ടർ മാത്രമായിരുന്നു. ആ രാജ്യത്തിനകത്ത് വലിയ അസംതൃപ്തി ഉണ്ടായിരുന്നു. ആഭ്യന്തരമായി ആ രാജ്യം ഇന്റഗ്രേറ്റഡ് ആയിരുന്നില്ല. ജനങ്ങൾക്ക് വലിയ പ്രതിഷേധം ഭരണകൂടത്തോടുണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ കോട്ട സമരം വരികയും അതൊരു വലിയ ട്രിഗർ ഫാക്ടറായി മാറുകയും ഒരു പൊട്ടിത്തെറിയിലേക്ക് പോവുകയും ചെയ്തു. നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനുസ് പറഞ്ഞത് ഇന്ത്യ ഇപ്പൊ ഇതിൽ അഭിപ്രായം പറയുന്നില്ല, ചേരിചേരാ നയം എന്നുള്ള ഒരു നയം എടുത്ത് മാറി നിൽക്കുന്നത് ശരിയല്ല. അപ്പൊ തൊട്ടടുത്ത വീട്ടിൽ തീപിടുത്തം ഉണ്ടാവുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് നോക്കില്ല, എന്തുകൊണ്ട് ഇന്ത്യ ഇതിൽ അഭിപ്രായം പറയുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയുടെ സ്റ്റാൻഡ് എന്തായിരിക്കും ഇതില്? ഇന്ത്യയുടെ സ്റ്റാൻഡ് ഷെയ്ഖ് ഹസീനയ്ക്ക് അനുകൂലമായിട്ടായിരിക്കും. അതാണ് അതിൽ പ്രശ്നം. കാരണം ഷെയ്ഖ് ഹസീന കഴിഞ്ഞ 15 വർഷമായിട്ട് അവിടെ അധികാരത്തിൽ. ഈ 15 വർഷവും ഇന്ത്യയോടുള്ള അവരുടെ ബന്ധം വളരെ ഊഷ്മളമായിരുന്നു. അത് 2009 മുതൽ 2014 വരെ ഇന്ത്യയിൽ മൻമോഹൻ സിംഗിന്റെ UPA ഗവൺമെന്റാണ്. 2014 ശേഷം NDAയുടെ 10 വർഷം NDA ഗവൺമെന്റാണ്, മോഡിയാണ്. ഈ 2 ഗവൺമെന്റിന്റെ കാലത്ത്, UPA ഗവൺമെന്റിന്റെ കാലത്തും NDA ഗവൺമെന്റിന്റെ കാലത്തും ഷെയ്ഖ് ഹസീന ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വവുമായിട്ടും ഇന്ത്യയുമായിട്ടും വളരെ അടുത്ത സൗഹൃദം പുലർത്തിയിരുന്നു. മാത്രവുമല്ല ഇന്ത്യയുമായിട്ടുള്ള തർക്കങ്ങൾ, ഇപ്പം ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന എല്ലാ നദികളുടെയും ഉത്ഭവം ഇന്ത്യയിൽ നിന്ന്. അത് ടീസ്ത നദിയാണെങ്കിൽ അങ്ങനെ വരുന്നു, പിന്നെ ഗംഗാ നദി അവിടെ വന്നു ചേരുന്നു, പിന്നെ ബ്രഹ്മപുത്ര നദിയാണെങ്കിലും അത് ചൈനയിലെ സംഗ്പോ എന്ന് പറയുന്നത്, ചൈനയിലാണ് ഉത്ഭവം, ടിബറ്റിലാണ് ഉത്ഭവമെങ്കിലും അത് ഇന്ത്യയിലൂടെ ഒഴുകിയിട്ടാണ് ബംഗ്ലാദേശിലേക്ക് ചേരുക. അപ്പോൾ ഈ നദീജല തർക്കം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ടീസ്ത നദിയിലേക്ക് നമ്മൾ നിർമ്മിക്കുന്ന ചില അണക്കെട്ടുകൾ, അത് സംബന്ധിച്ചുള്ള വിരുദ്ധാഭിപ്രായം ബംഗ്ലാദേശ് എപ്പോഴും പറയാറുണ്ടായിരുന്നു. അപ്പം ഈ നദീജല തർക്കത്തിലൊക്കെ ഒരു അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കിയത് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത്. അതുപോലെ ആസാമിലേക്കുള്ള ബംഗ്ലാദേശികളുടെ
കടന്നുവരവ് പ്രശ്നമുണ്ടാക്കിയിരുന്നു. അതിൽ ഒരു പരിഹാരം ഉണ്ടാക്കി. പിന്നെ ബംഗ്ലാദേശിലെ അതിർത്തിയിലുള്ള എൻക്ലേവുകളുണ്ട്, ഇന്ത്യക്കാരുടെയും ഉണ്ട് ബംഗ്ലാദേശികളുടെയും ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയും അക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കാൻ സാധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ റോഹിംഗ്യൻ അഭയാർത്ഥികളുടെ പ്രശ്നം. 2017 10 ലക്ഷം റോഹിംഗ്യൻ അഭയാർത്ഥികളാണ് ബംഗ്ലാദേശിൽ പ്രവേശിച്ചത്. ആ അഭയാർത്ഥികളെ സ്വീകരിക്കാനും ആ അഭയാർത്ഥി പ്രശ്നം ഏറ്റവും ഫലപ്രദമായി കൈകാര്യം ചെയ്ത ലോകത്തിലെ ഒരു ഭരണാധികാരിയാണ് ഷെയ്ഖ് ഹസീന. ലോകത്തിലെ ഒരു ഭരണാധികാരിക്കും ഇത്ര, കാരണം അവരുടെ റിസോഴ്സസ് വളരെ പരിമിതമാണ്, ഒരു പാവപ്പെട്ട രാജ്യമാണ്. എന്നിട്ടും അവര് 10 ലക്ഷത്തോളം വരുന്ന റോഹിംഗ്യൻ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒക്കെ തയ്യാറായി. അപ്പോൾ അത് ബംഗ്ലാദേശ് വഴി ഈ റോഹിംഗ്യൻ അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് അനധികൃതമായി കടന്നു കയറുന്നതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കം ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ വിഷയം പരിഹരിക്കാനും ഇന്ത്യയുമായിട്ട് സദൃഢമായ ഒരു ബന്ധം നിലനിർത്താനും അവർക്ക് സാധിച്ചു. ആ അർത്ഥത്തിൽ ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അവര് പോവുകയും പകരം ഒരു ഭരണമാറ്റം അവിടെ ഉണ്ടാവുകയും ചെയ്യുന്നത് ഇന്ത്യക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും ഇപ്പോഴും ബംഗ്ലാദേശിൽ ഇടപെടാൻ പറ്റുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. കാരണം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും അങ്ങനെയാണ്. ഇത് മുഴുവൻ ഇന്ത്യയിൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ്. അവിടെ ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ റഷ്യക്കോ ഒന്നും വന്നിട്ട് ഒന്നും ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് ബംഗ്ലാദേശിന്റെ ഒരു ഭരണ സ്ഥിരതയും അതിന്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നിലനിർത്താൻ ഇടപെടാൻ കഴിയുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. അത് ഇന്ത്യ ഇടപെടുമെന്ന് തന്നെയാണ് ഞാൻ ഇത് ഹസീന എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ള പ്രശ്നമാണ്. അപ്പോൾ അവർ ഒരു രാഷ്ട്രപിതാവ് എന്നറിയപ്പെടുന്ന മുജീബ് റഹ്മാന്റെ പ്രതിമകൾ വരെ തകർക്കപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഇത് ഹസീനയോടുള്ള പ്രശ്നമാണോ അതോ പാർട്ടിയോടും പൊതുവെ സംഭവിച്ചിട്ടുണ്ടോ? മുജീബ് റഹ്മാനെയൊക്കെ എപ്പോഴും എങ്ങനെയാണ് ജനങ്ങൾ കാണുന്നത് അവിടെ? മുജീബ് റഹ്മാൻ ബംഗ്ലാദേശിന്റെ പിതാവ് എന്ന സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. പക്ഷെ ഇതൊന്നും എക്കാലത്തേക്ക് നിൽക്കുന്ന ഒന്നല്ലല്ലോ. ഇന്ത്യയുടെ രാഷ്ട്രപിതാവല്ലേ മഹാത്മാഗാന്ധി, അല്ലേ? ആ മഹാത്മാഗാന്ധിയെ ഇവിടെ വെടിവെക്കുന്ന ആളുകൾ ഇപ്പോഴും ഇല്ലേ? അദ്ദേഹത്തിന്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെടിവെക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടതല്ലേ. അപ്പൊ കാലം മാറുമ്പോൾ ഇത് മാറും. ബംഗ്ലാദേശിന്റെ ഏറ്റവും മഹാനായ നേതാവാണ് മുജീബ് റഹ്മാൻ. പക്ഷേ പുതിയ കാലം മാറുന്ന സമയത്ത് പുതിയ പ്രത്യയശാസ്ത്രം പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം പുറത്തേക്ക് പോകും. പക്ഷെ ഇവിടെ മുജീബ് റഹ്മാന്റെ പ്രതിമകളൊന്നും തകർത്ത് അദ്ദേഹത്തോടുള്ള ഒരു വിയോജിപ്പാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇവിടെ പോലീസ് ഇറങ്ങുന്നതിന് മുമ്പ്, പോലീസോ പട്ടാളമോ വരുന്നതിന് മുമ്പ് തന്നെ ഈ സമരം നടത്തിയ ആളുകളെ കായികമായി നേരിടാൻ അവാമി ലീഗിന്റെ പ്രവർത്തകർ വന്നു. അവിടുത്തെ ആദ്യത്തെ സംഘർഷം ആരംഭിക്കുന്നത് ഈ കോട്ട വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെയും സമരക്കാർക്കെതിരെയും അവാമി ലീഗിന്റെ പാർട്ടി പ്രവർത്തകർ രംഗത്ത് വന്നു. അവരവരെ കായികമായി നേരിടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിനോടുള്ള പ്രതികരണം ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ലോങ് മാർച്ചിന്റെ ഭാഗമായി ആ മാർച്ച് കടന്നു വന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള അവാമി ലീഗിന്റെ പാർട്ടി ഓഫീസുകൾ മുഴുവൻ തകർക്കപ്പെട്ടു. അവാമി ലീഗിന്റെ സ്വത്തുകൾ തകർക്കപ്പെട്ടു. അവാമി ലീഗ് പ്രവർത്തകർ വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. അതിന്റെ ഒരു കാരണം എന്താ വെച്ചാൽ അവാമി ലീഗ് ഭരണകൂടത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ്. അപ്പം ഈ ഷെയ്ഖ് മുജിബുർ റഹ്മാൻ തന്നെ പറയുമ്പോൾ 1975 ആഗസ്റ്റ് 15 അദ്ദേഹം അസാസിനേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അമേരിക്കൻ സിഐയുടെ ഇടപെടൽ അവിടെയുണ്ട്. അന്ന് വലിയ വിമർശനം വന്ന് ഉയർന്നിരുന്നു. കാരണം അദ്ദേഹം സോവിയറ്റ് യൂണിയനോട് അനുകൂലമായ നിലപാടെടുക്കുന്നു. അതുപോലെ നോൺ അലൈൻമെന്റ് മൂവ്മെന്റിൽ അദ്ദേഹം ചേർന്നു. ബംഗ്ലാദേശ് ഒരു ബ്രോഡ്ലി സെക്കുലർ സോഷ്യലിസ്റ്റ് പാറ്റേണിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ മിലിറ്ററിയിലെ ഒരു സംഘത്തെ ഉപയോഗിച്ച് CIA നടത്തിയിട്ടുള്ള അട്ടിമറിയാണ് 1975 അദ്ദേഹത്തിന്റെ അസാസിനേഷനിലേക്ക് നയിച്ചത്. അപ്പം ഒരു ഡിസ്കണ്ടന്റ് എപ്പോൾ ഉണ്ടായാലും അതിനെ ഉപയോഗപ്പെടുത്താനായിട്ട് ഇത്തരത്തിലുള്ള ശക്തികൾ ഉണ്ടാവും. ഷെയ്ഖ് മുജിബുർ റഹ്മാനോടുള്ള ഒരു പക്ഷേ ദേഷ്യമായിരിക്കില്ല, മറിച്ച് ഷെയ്ഖ് ഹസീന ഭരണകൂടത്തോടുള്ള വിയോജിപ്പായിരിക്കും അവിടെ പ്രതിഫലിച്ചതെന്ന് ഞാൻ കരുതിയാണ്. ഒരു പ്രധാനമന്ത്രിയുടെ വസതിയൊക്കെ കൈയേറിയിട്ട് ആളുകൾ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് ശ്രീലങ്കയിലാണ്. സമാനമായൊരു സാഹചര്യമാണോ ബംഗ്ലാദേശിൽ? പിന്നെ വിദ്യാർത്ഥി സമരങ്ങൾ, ഒരു റിസർവേഷൻ എന്ന പേരിലാണ് അവർ സമരം തുടങ്ങുന്നതെങ്കിലും ഒരു വലിയ സ്വാതന്ത്ര്യ സമരം പോലെ വിദ്യാർത്ഥികൾ നയിക്കുന്ന സമരങ്ങളും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മൾ ലോകത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ കാണുന്നുണ്ട്. സ്വേച്ഛാധിപതിയൊക്കെ തകർക്കാൻ മാത്രം, വീഴ്ത്താൻ മാത്രം ശക്തമാണോ ഈ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മകൾ? തീർച്ചയായിട്ടും അതെ. 21ാം നൂറ്റാണ്ടിലെ വിജയിച്ച ആദ്യത്തെ ജനാധിപത്യ വിപ്ലവം നടന്നത് ടുണീഷ്യയിലാണ്. ടുണീഷ്യയിലെ മുല്ലപ്പൂ വിപ്ലവം, ജാസ്മിൻ റവല്യൂഷൻ, അറബ് വസന്തം അവിടുന്ന് തുടങ്ങുന്നത്. അത് അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ സമരമല്ലേ?
അവിടുത്തെ വിദ്യാർത്ഥികൾ, യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ തുടങ്ങിയ യുവജനങ്ങൾ ഏറ്റെടുത്ത്, പിന്നെ തൊഴിലാളികൾ ഏറ്റെടുത്ത് അതൊരു ജനകീയ പ്രക്ഷോഭമായി മാറി. 18 ദിവസം നീണ്ടു നിന്ന ലോട്ടസ് റെവല്യൂഷൻ ഈജിപ്തിലുണ്ടായി. ആരാ നടത്തിയത്? അത് ഈജിപ്തിലെ വിദ്യാർത്ഥികളാണ് നടത്തിയത്. ആ ലോട്ടസ് റെവല്യൂഷൻ അവിടുത്തെ ഏകാധിപതിക്ക് ഹൊസ്നി മുബാറക്കിന് രാജിവെച്ച് പോകേണ്ടവന്നില്ലേ? അപ്പം 2011 അറബ് വസന്തം മുഴുവനും ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു. പക്ഷെ അതിലിപ്പം സിറിയയിലെ ബാഷർ അൽ അസദ് മാത്രമാണ് ആ അറബ് വസന്തത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു രാജാവ്. അത് രാജാവ് എന്നല്ല, ഒരു ഏകാധിപതി എന്ന് പറയാം. പക്ഷെ അദ്ദേഹത്തിന്റെ രാജ്യം ഇന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഇന്ന് സിറിയ എന്ന് പറയുന്നത് എത്രയോ കഷ്ണങ്ങളായി കിടക്കുകയാണ്. ഈ ഡമാസ്കസിനും ചുറ്റുവട്ടം മാത്രമേ ബാഷർ അൽ അസദിന് നിയന്ത്രണമുള്ളൂ, ബാക്കിയെല്ലാം പോയി. ആ രാജ്യം ഒരു പൂർണ്ണമായ തകർച്ചയെ നേരിട്ടുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ സമരത്തിന് വലിയ ശേഷിയുണ്ട്. ഇനി 1971 ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിന് ആധാരമായിട്ടുള്ള ആ സമരം ആരംഭിക്കുന്നത് ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതേ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് അവിടുത്തെ വിദ്യാർത്ഥികൾ കോട്ട സിസ്റ്റത്തിനെതിരായിട്ട് സമരം ചെയ്തത്. ഈ കോട്ട സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്ത വെറ്ററൻസ്, അവർ ധാരാളം ആളുകൾ ഇപ്പോൾ അവിടെ ജീവിക്കുന്നുണ്ട്. അവർക്ക് ആ സമരത്തിൽ പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് എല്ലാവിധ സംരക്ഷണവും സർക്കാർ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലിക്കും ഒക്കെ സംവരണം കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംവരണ സിസ്റ്റമാണ് അവിടുത്തെ ജനറേറ്റ് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗങ്ങളിൽ 30% ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർ അവരുടെ കുടുംബാംഗങ്ങൾക്കായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രായോഗികമായിട്ട് ഇത് വരുന്ന സമയത്ത് ഈ അവാമി ലീഗിന്റെ ഏകാധിപത്യ ഭരണമാണല്ലോ, ഇലക്ട്രൽ ഡെസ്പോട്ടിസം ആണല്ലോ. അപ്പൊ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ പ്രായോഗിക തലത്തിൽ വന്നപ്പോൾ ഈ 30% കോട്ട ആർക്കാ കിട്ടുന്നത്? അവാമി ലീഗിന്റെ പാർട്ടി പ്രവർത്തകർക്കും അവരുടെ അനുയായികൾക്കുമായി പോകുന്ന അവസ്ഥ വന്നു. പിന്നെ ഈ അവാമി ലീഗ് ആണല്ലോ ഈ സമരം നയിച്ചതും. 1971 വിമോചന സമരത്തിന്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന പാർട്ടിയും അവാമി ലീഗാണ്. അതുകൊണ്ട് അവർക്കുള്ള അർഹതയുണ്ട്. പക്ഷേ ഇത് ബഹുഭൂരിപക്ഷം, ഇന്നത്തെ അവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറിയല്ലോ. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യമായ പങ്കാളിത്തവും വിഭവ വിതരണത്തിൽ എല്ലാവർക്കും തുല്യമായ പരിഗണനയും വേണമല്ലോ. അവിടെയാണ് ഈ വിദ്യാർത്ഥികൾ കോട്ട സിസ്റ്റത്തിനെതിരായിട്ട് രംഗത്ത് വരുന്നത്. കാരണം വി വാണ്ട് ഇക്വാലിറ്റി എന്നുള്ള സ്ലോഗൻ വളരെ പെട്ടെന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടായി. ആ വിദ്യാർത്ഥികൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടണം, അതുകൊണ്ട് കോട്ട സിസ്റ്റം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് സമരരംഗത്ത് വന്നു. അത് പക്ഷേ ശക്തമായി അടിച്ചമർത്തുകയാണ് ചെയ്തത്. ആദ്യം ഹൈക്കോടതി അനുകൂലമായി വരുവാണെങ്കിലും പിന്നീട് സുപ്രീം കോടതി അത് അവസാനിപ്പിച്ചു, ആ കോട്ട സിസ്റ്റം എടുത്തു കളഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്കും സമരം കൈവിട്ടു പോയിരുന്നു. ഇനി അവിടെ തന്നെ കഴിഞ്ഞ ദിവസത്തെ ബ്ലഡി സൺഡേ 78 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. അപ്പം ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തെ കായികമായി നേരിട്ടത് അവാമി ലീഗിന്റെ പ്രവർത്തകരാണ്. അവിടെ ആദ്യത്തെ സംഘർഷം ഉണ്ടാകുന്നത് ഈ സമരക്കാരും അവാമി ലീഗിന്റെ പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി. നിരവധി ആളുകൾ കൊല ചെയ്യപ്പെട്ടു. അത് ഒരു ആഭ്യന്തര യുദ്ധത്തിന്റെ തലത്തിലേക്ക് വളർന്നു. രണ്ടാം ഘട്ടത്തിലാണ് അവിടെ പോലീസ് ഇടപെടുന്നത്. പോലീസ് വെടിവെപ്പ് ഉണ്ടാവുന്നു. നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ സൺഡേയിൽ മാത്രം 78 പേർ കൊല ചെയ്യപ്പെട്ടു. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഈ കോട്ട സിസ്റ്റം പിൻവലിക്കപ്പെട്ടതോടുകൂടി ഈ സമരം ഏറെക്കുറെ അവസാനിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഘട്ടത്തിലാണ് തിങ്കളാഴ്ച കുട്ടികളുടെ മാർച്ച് ഉണ്ടാകുന്നത്. അതായത് ലോങ് മാർച്ച് ടു ധാക്ക, അതായിരുന്നു മുദ്രാവാക്യം. കുട്ടികൾ ധാക്കയിലേക്ക് മാർച്ച് ചെയ്തു. അതിന്റെ ഭാഗമായി യുവാക്കൾ, മറ്റിതര സംഘടനയിൽപ്പെട്ട ആളുകളൊക്കെ ചേർന്നു. അതിൽ തീവ്രവാദ സ്വഭാവം പുലർത്തുന്ന ഒത്തിരി ആളുകൾ അതിൽ അംഗമായിട്ടുണ്ട്. അതോടൊപ്പം സാംസ്കാരിക പ്രവർത്തകർ, റാപ്പേഴ്സ് വളരെ മനോഹരമായ പ്രതിരോധ പാട്ടുകൾ ഇറങ്ങി. അത് കുട്ടികൾ മുഴുവൻ നിങ്ങൾ ഷെയർ ചെയ്യാണ്. അതൊക്കെ പാടിയിട്ട് അങ്ങനെ പോകുന്നത്. അപ്പം സംഗീതജ്ഞന്മാര്, റാപ്പർമാര്, പിന്നെ ഫിലിം സ്റ്റാറുകൾ, എഴുത്തുകാര്, ബുദ്ധിജീവികൾ, സാംസ്കാരിക പ്രവർത്തകർ, വിവിധ മത സാമൂഹ്യ സംഘടനകളുടെ പ്രവർത്തകർ എന്നിങ്ങനെ സമൂഹത്തിന്റെ വിവിധ തുറയിൽ നിന്ന് ജനങ്ങൾ ഈ സമരത്തിലേക്ക് ഒഴുകി ഇറങ്ങുകയാണ്. അങ്ങനെ ഈ മാർച്ച് ധാക്കയിലെത്തിയോട് കൂടി അടുത്ത ഗണഭവൻ ആണല്ലോ റെസിഡൻസ് ഓഫ് ദി പ്രൈം മിനിസ്റ്റർ, അത് ഇവർ കയ്യേറും എന്ന ഘട്ടം വന്നപ്പോഴാണ് അവര് രാജിവെച്ചിട്ട് ഇങ്ങോട്ട് പോരുന്നത്. അപ്പൊ പട്ടാള മേധാവി സമൻ, അവരോട് വഖാർ സമൻ അത് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു, നിങ്ങൾ രാജിവെക്കണം. കാരണം ഈ ലോങ് മാർച്ച് ടു ധാക്കയിൽ അവരുടെ സ്ലോഗൻ തന്നെ വേറൊന്നുമായിരുന്നില്ല. കോട്ട സിസ്റ്റം ഒക്കെ എടുത്തു കളഞ്ഞ് ഷെയ്ഖ് ഹസീന രാജിവെക്കണം എന്ന ഒറ്റ സ്ലോഗനിലേക്ക് മാറി. അപ്പോൾ അവിടുത്തെ പട്ടാള മേധാവി കൊടുത്തിട്ടുള്ള നിർദ്ദേശം, ഇത് ആളുകളെ 10,000-കണക്കിന് ആളുകളെ വെടിവെച്ച് കൊന്നിട്ടൊന്നും ഇത് അടിച്ചമർത്താൻ പറ്റില്ല, അതുകൊണ്ട് താങ്കൾ രാജിവെക്കുകയാണ് നല്ലത്. അങ്ങനെ ഷെയ്ഖ് ഹസീന രാജിവെച്ചു.
അവിടുന്ന് പ്രത്യേക സൈനിക വിമാനത്തിൽ ന്യൂഡൽഹിയിലെത്തി അവിടുന്ന് ലണ്ടനിലേക്ക് പോകും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ മിലിറ്ററി ചീഫ് നടത്തിയിട്ടുള്ള പത്രസമ്മേളനം ഞാൻ ശ്രദ്ധിച്ചു. അതിൽ അദ്ദേഹം സൂചിപ്പിച്ചത് ഒരു ഓൾ പാർട്ടി ഗവൺമെന്റ്, ഒരു ഇന്ററിം ഗവൺമെന്റ് എന്നതിൽ ഓൾ പാർട്ടി ഗവൺമെന്റ് രൂപീകരിക്കും. അവിടുത്തെ ഏറ്റവും ശക്തമായ പാർട്ടികൾ ഒന്ന് അവാമി ലീഗും മറ്റൊന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്. അത് കഴിഞ്ഞാൽ ജാതീയ പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്, ചെറിയ ചെറിയ പാർട്ടികൾ ധാരാളമുണ്ട്. അങ്ങനെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളെയൊക്കെ ചേർത്തിട്ട് അവിടെ ഒരു ദേശീയ ഗവൺമെന്റ് രൂപീകരിക്കും. അതൊരു ഇന്ററിം ഗവൺമെന്റായി പ്രവർത്തിക്കും. അതിനുശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ പട്ടാളം പറയുന്നതൊന്നും നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കട്ടെ, ജനാധിപത്യം ഇവിടെ സ്ഥിരത നേടട്ടെ എന്ന് നമുക്ക് ഇന്നത്തെ നിലയ്ക്ക് ആഗ്രഹിക്കാം. എന്തായിരിക്കും ഒരു സമീപ ഭാവിയിലെ ഇപ്പൊ ഒരുപാട് ഇന്ത്യക്കാർ ജീവിക്കുന്ന സ്ഥലം കൂടിയാണല്ലോ ബംഗ്ലാദേശ്. അവരുടെയൊക്കെ ജീവിതത്തെയൊക്കെ അത് ബാധിക്കും. ബിസിനസ്സുകാര്, പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്നവര്, തുണി വ്യവസായങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഇത് കാണുന്ന ഭാവി ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളുടെ? എനിക്ക് തോന്നുന്നത് അവിടെ ഇപ്പം പട്ടാളം ഭരിച്ചാൽ പോലും ഇന്ത്യയുമായ ബന്ധത്തിൽ വലിയ മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അത്രമാത്രം ഇഴപിരിയാത്ത ബന്ധം ആ രാജ്യവുമായി നമുക്കുണ്ട്. മാത്രമല്ല അവരുടെ പ്രധാനപ്പെട്ട വ്യാപാര പങ്കാളി നമ്മളാണ്. അവരുടെ ഡിഫൻസിന് കാര്യമായ ഹെൽപ്പ് നമ്മളാണ് ചെയ്യുന്നത്. പിന്നെ ഭൂമിശാസ്ത്രപരമായ കാരണത്താലും ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു നിലപാട് രാജ്യത്തിന് സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ പശ്ചിമ ബംഗാൾ ഇവിടെ കിടക്കുകയാണ്, ബംഗാളിന്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെയൊക്കെയുള്ള സാംസ്കാരികവും വൈകാരികവുമായിട്ടൊക്കെയുള്ള ബന്ധം ആ രാജ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രായോഗികത ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതിനേക്കാളൊക്കെ അപ്പുറത്താണല്ലോ. പ്രായോഗികമായി ആ രാജ്യത്തിന് സർവൈവ് ചെയ്യണമെങ്കിൽ ഇന്ത്യയുടെ ഒരു പിന്തുണ അനിവാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോ വഖാർ സമൻ അവിടെ കുറെ കാലത്തേക്ക് ഇരുന്നാൽ പോലും ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടാകും. പക്ഷേ ഭാരതം അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. അവിടുത്തെ ഈ ജനാധിപത്യം പ്രസ്താവിക്കുവാനും ജനാധിപത്യ ശക്തികൾക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അവിടുത്തെ പ്രതിപക്ഷത്തെയും അവിടുത്തെ മറ്റ് ജനാധിപത്യ പാർട്ടികളെയും പിന്തുണയ്ക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വാഭാവികമായിട്ടും ഭാരതം സ്വീകരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്.